ഹേ ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മറ്റൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചാലക്കുടി പോയതാണ്, വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, കുറേ നാളായി പോകണമെന്ന് കരുതി വെച്ച സ്ഥലമാണ്. അവിടെയും കൂടിയും കയറാമെന്ന് കരുതി രാവിലെയാണ് ഇറങ്ങിയത്. അപ്പോൾ നേരെ ശരവണഭവനിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ദോശയും വടയൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡിന് കുറച്ച് ആവശ്യങ്ങളുണ്ടായി, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ചാലക്കുടിയുള്ള ഒരു സ്പോട്ടിലേക്കാണ്. ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവിടെ പോകാനായിട്ട്. സോ നമ്മൾ അങ്ങോട്ടാണ് പോയത്. അത് കൗതുക പാർക്കാണേ. ഇത് മൊത്തം ഗുഹകളും കുളങ്ങളും മത്സ്യങ്ങളും ഏർമാടങ്ങൾ, പണ്ടത്തെ മുനിയറ, കൊടക്കല്ല്, നന്നങ്ങാടി, വെല്ലിമരം, മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏർമാടങ്ങൾ, വേരുകൊണ്ട് പാലം, കോണി, സഞ്ചരിക്കുന്ന മരം, അറിയാലോ, ശിഖരത്തമ്മേന് പേര് താഴെ. അപ്പോൾ ഇതാണ് വർക്കിച്ചേട്ടൻ കേട്ടോ. അപ്പോൾ ആളാണ് ഈ ഒരു പാർക്ക് മൊത്തം എന്താ പറയുക നോക്കി നടത്തി നിർമ്മിച്ച് കൊണ്ട് പോണത് കേട്ടോ. സോ ആളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഏരിയ വന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ വെച്ച് പിക്നിക്കിന് വന്ന സ്ഥലം ഉണ്ടോ, അന്നേ എനിക്കിവിടെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഒരിക്കൽ പോകണമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അന്ന് ചെറുതായത് കാരണം നമുക്ക് അങ്ങനെ എന്തൊക്കെയെന്ന് മനസ്സിലായില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇന്ന് പോയി. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം പോകാനായിട്ട് നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി നോക്കാം കേട്ടോ. ഈ സാധനം ഇല്ലേ, ആ വലിയ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് ഏർമാടെന്ന് പറഞ്ഞില്ലേ, ആ സംഭവം മുളയമ ഏർമാടം. ആ സൈഡ് പാടാണ്, വയലിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പുളിയമ ഏർമാടം. ഈ സൈഡിലാണ് ആ വലിയ മീനുകളില്ലേ, റാപ്പയ്മ, അങ്ങനത്തെ സാധനങ്ങൾ. ഈ സഞ്ചരിക്കുന്ന മരം ഞാൻ പറഞ്ഞില്ലേ, ശിഖരത്തമ്മേന്ന് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് സെക്കൻഡ് സൈഡ് അങ്ങനെ 4 സൈഡിൽ മരം നടക്കാം. മുള സഞ്ചരിക്കുക, മുളക് തന്നെ വളച്ചു കൊടുക്കുക, കാറ്റുമുട്ടിച്ച്. അപ്പോൾ ഇവിടെ ഒരുപാട് കുളങ്ങളുണ്ട്, ഏറുമാടമുണ്ട്, ഗുഹയുണ്ട്, കുറേയധികം പക്ഷികളുണ്ട്, മുയലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും എനിക്കും ഹസ്ബൻഡിനും ഇങ്ങനത്തെ ഏരിയാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളിത് എൻജോയ് ചെയ്തു. ബട്ട് ഇതിനോട് താല്പര്യമില്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറിയതും എന്താ സംഭവം എന്ന് മനസ്സിലാവാണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം നിന്ന് നന്നായിട്ട് നോക്കി കണ്ടൊക്കെയാണ് എന്താ പറയുക പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആൾ ചെയ്തേക്കുന്നതാണ്. ഐ മീൻ ആ ചേട്ടൻ എല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ ഒരു കേവിൽ നിന്നാണ് നമുക്ക് എൻട്രൻസ് വന്നത്. പിന്നെ അങ്ങോട്ട് പോകെ കുളങ്ങളുണ്ട്, ഏറുമാടമുണ്ട്, അതുപോലെ തന്നെ ഊഞ്ഞാൽ, എല്ലാം നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പക്ഷികളുണ്ട്, ഈ പറയണ മുയലുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫിഷിൽ തന്നെ അരാപ്പയ്മ, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലെത്തുമ്പോൾ നമുക്ക് മാൻമെയ്ഡ് റെയിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പോണ ടൈമിൽ മഴ പെയ്താൽ കയറി നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. ഇതൊക്കെ ആൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ വാക്കിംഗ് ട്രീസ് എന്ന് പറയണ കാര്യമില്ലേ, അതാണെന്ന് തോന്നുന്നത്, അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സ് ആവും, മൈൻഡൊക്കെ നല്ല കാമാവും. ഇങ്ങനത്തെ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. വലിയ വലിയ സ്ഥലങ്ങളെങ്കിലും അല്ലെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ അല്ലാണ്ട് മഴയുണ്ടായിട്ടോ ചെറിയ. അപ്പോൾ എക്കിക്കുടിയായിട്ട് ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ചെന്ന പോലെയായിരുന്നു. നല്ല ഈ പ്രാവിൻ്റെയും കിളികളുടെയും സൗണ്ടും മഴ പെയ്യണ സൗണ്ടും കാറ്റും ചീവീടിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുയലുണ്ട്, പല പല ബ്രീഡൊക്കെ എന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ എല്ലാം നല്ല തക്കട് കുട്ടന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായി. മഴയൊക്കെ ആയത് ഇങ്ങനെ തണുത്തൊക്കെ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ദെൻ ഇതാണെന്ന് തോന്നണു, ഞാൻ പറഞ്ഞില്ലേ അരാപ്പയ്മ, ആ സംഭവം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോട്ട് തന്നെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്നുമായിട്ട് തോന്നില്ല. അപ്പോൾ നേച്ചർ ഫ്രണ്ട്ലി സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും കണ്ടു നോക്കാട്ടെ. ഈ ഒരു സ്ഥലത്ത് പോയി ആളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഏറുമാടത്തിൽ കയറി, അതുപോലെ തന്നെ ഗുഹയിൽ കയറി ഓരോ മൃഗങ്ങളെ നോക്കി, പിന്നെ അവിടെ കുറേ അധികം അറയോ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോ കാര്യങ്ങളും അവിടെ നിന്ന്
എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുള്ളൂ. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒരു ഷോപ്പിൽ പോയി ജസ്റ്റ് ഫുഡ് കഴിച്ച് വരുന്നതിനും പകരം നമ്മൾ അതിൻ്റെ ആംബിയൻസ്, മെനു, കഴിച്ച ഫുഡ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് വരണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. സോ അങ്ങനെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വന്ന് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കില്ല. സോ ഇതിപ്പോൾ ഒരു ഏറുമാടം പോലത്തെ ഒരു സംഭവത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ കയറി നിൽക്കുന്നത്. അത് മഴ പെയ്തപ്പോൾ കയറി നിന്നത്. കാരണം ഞാനിട്ട ചെരുപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, ഫ്ലാറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് കാരണം തെന്നാൻ ചാൻസ് ഉള്ള കാരണം നമ്മൾ മഴ പെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നിന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കുറേ നേരം വീഡിയോ വളരെ ചെറുതായിരിക്കും, പക്ഷെ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോയപ്പോൾ ഇവിടെ മറ്റേ കൽക്കൊക്കെ ഇല്ലേ, ആ സംഭവമൊക്കെ ഉണ്ടായി. പിന്നെ വേറെ എന്തൊക്കെയോ പക്ഷികളുടെ വെറൈറ്റീസൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പം ഞാൻ പോയപ്പോൾ അത് ഉണ്ടായില്ല കേട്ടോ. എനിക്ക് അന്നേ എൻ്റെ മൈൻഡിൽ കൂടി മീൻസ് ഇങ്ങനെ കിടന്നൊരു സ്ഥലമാണിത്. അന്ന് എനിക്ക് മര്യാദക്ക് കാണാനും മനസ്സിലാക്കാൻ ആ പ്രായം ഇതാണല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അങ്ങനെ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഒന്നുകൂടി പോവാൻ പറ്റിയായിരുന്നെങ്കിലോ എന്ന് കരുതിയിരുന്ന സ്ഥലമാണ്. സോ എല്ലാം കണ്ടു തൃപ്തിയായി മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക ഇറങ്ങിയാണ്. പിന്നെ നിങ്ങൾ കരുതും ഇതിൽ ആരും മീൻസ് ഞങ്ങൾ മാത്രമുള്ള വേറെ ആരുമില്ല എന്നായിരിക്കും കരുതണേ. പക്ഷെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായി. അവരവരുടേതായിട്ടുള്ള പ്രൈവസിയിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറേ ഏറുമാടങ്ങളും ഗുഹ പോലുള്ള ഏരിയാസൊക്കെ ഉള്ള കാരണം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായി. അപ്പം നമ്മൾ പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. നമ്മൾ മാക്സിമം ആ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ആളുടെ വീട്, ഇതാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇനിയിപ്പോൾ നേരെ പോയാണ് നമ്മൾ. അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് എന്തോ ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ ശരവണ ഭവനിൽ നിന്ന് ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ടായി. അതെടുത്തു. കുറേ വെറൈറ്റീസ് ഉണ്ടായി. നല്ല നല്ല സ്വീറ്റ്സ് ആണല്ലോ ഈ ശരവണ ഭവൻ്റെ. അപ്പോൾ അത് കഴിച്ചു. സോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്തായാലും നിങ്ങൾ നോക്കി വെച്ചേക്കാം. നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും ഇത് വൃത്തിയാവില്ല. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു മടുപ്പായിട്ട് തോന്നും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.